കാമുകൻ പൂർണ്ണമായി കൊല ചെയ്യും മുമ്പുള്ള ഫർസാനയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വെഞ്ഞാറമൂട്ടിലെ മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. യുവതിയുടെ വീടിന് സമീപ പ്രദേശത്തുള്ള CCTV ക്യാമറയിലാണ് കുട ചൂടി നടന്നു പോകുന്ന ഫർസാനയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. വീട്ടിൽ നിന്നും കുട ചൂടി ഇറങ്ങിയ യുവതി നടന്ന് അഫാന്റെ അടുത്തെത്തുകയും പിന്നീട് കാമുകന്റെ ബൈക്കിൽ കയറി അയാളുടെ വീട്ടിലേക്ക് പോകുകയുമായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3:30യോടെയാണ് ഫർസാന മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. ട്യൂഷന് എടുക്കാനാണെന്നായിരുന്നു യുവതി വീട്ടിൽ പറഞ്ഞിരുന്നത്. പിന്നീട് അഫാനോടൊപ്പം ബൈക്കിലാണ് പെരുമലയിലെ വീട്ടിലേക്ക് ഫർസാന എത്തുന്നത്. രാവിലെ പെരുമലയിലെ വീട്ടിൽ ഉമ്മയെയും പാങ്ങോട്ടുള്ള വീട്ടിൽ ഉമ്മൂമ്മയെയും SN പുരത്തെ വീട്ടിൽ ബന്ധുക്കളെയും ആക്രമിച്ച ശേഷമാണ് അഫാൻ കാമുകിയെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. 10 മിനിറ്റോളം ബാറിലിരുന്ന് മദ്യം വെച്ച അഫാൻ മദ്യക്കുപ്പി വാങ്ങി കയ്യിൽ കരുതി ഫർസാനയെയും അഫ്സാനെയും കൊന്നതിനു ശേഷം അഫാൻ വീണ്ടും മദ്യപിച്ചതായും പോലീസ് പറയുന്നു. ഒരു കൂസലുമില്ലാതെയായിരുന്നു അഫാന്റെ പെരുമാറ്റം. അതേസമയം അഫാന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമ്മ ഷെമീനയുടെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിന്റെ ചികിത്സയിൽ തുടരുകയാണ് ഷെമി. ഇവരുടെ ആരോഗ്യാവസ്ഥ പരിഗണിച്ചായിരിക്കും മൊഴിയെടുപ്പ്. സംഭവ ദിവസം നടന്ന കാര്യങ്ങളിലും അഫാന്റെ സ്വാഭാവികതയിലുമെല്ലാം വ്യക്തത വരുത്തണമെങ്കിൽ ഷെമീനുടെ മൊഴി നിർണായകമാണ്. ഇതിനിടെ അഫാനും കുടുംബത്തിനും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കടം കാരണം ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കൊലപാതകം നടത്തിയെന്നാണ് അഫാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുമ്പോൾ പറഞ്ഞത്. ഇത് ശരിവെക്കുന്ന തലത്തിലാണ് പോലീസിന്റെ കണ്ടെത്തൽ. അഫാന്റെ പിതാവിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ഉമ്മ ഷെമിക്ക് മാത്രം 65 ലക്ഷം രൂപ കടമുണ്ടെന്നാണ് റിപ്പോർട്ട്. കുടുംബത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നുമായി 65 ലക്ഷത്തോളം രൂപ ഷെമി കടം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കൂട്ടക്കൊലപാതകത്തിനിടയിലും അഫാൻ കടം വീട്ടിയതായും പോലീസ് പറയുന്നു. പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മാലെ പണയം വെച്ച് 74,000 രൂപ വാങ്ങി അതിൽ 40,000 രൂപ സ്വന്തം അക്കൗണ്ടിലൂടെ കടം വാങ്ങിയവർക്ക് തിരികെ കൊടുത്തുവെന്നാണ് വിവരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.